ഹായ്. ഓക്കെ, അതായത് നമ്മൾ ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഉള്ളൊരു സംഭവമാണ്. അതായത് എത്ര പേർക്ക് ഇത് വർക്കാവുമെന്ന് അറിയില്ല, പക്ഷെ ഇത് റിയലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പം അത് കാണുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. നിങ്ങൾ കണ്ട് കേട്ട സ്റ്റോറീസിലെ ബാക്ക്ഗ്രൗണ്ടാണ് ഇത് കാണിച്ചത്. ഇപ്പം ഇറങ്ങിയ ആൾക്കാരൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇറങ്ങിയപ്പോൾ ഒരു ഇച്ചിരി ഡിസ്റ്റർബിങ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഓണസ്റ്റ് ആവാണ്. ഒരു ഹാപ്പി എൻഡിങ് ഉള്ളൊരു സിനിമയല്ല. അപ്പം നിങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ഫീലായിരിക്കും. പക്ഷെ അങ്ങനത്തെ ജോണേഴ്സ്, ഒരു റിയൽ സബ്ജക്ട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടും. അതെ അതെ, അല്ല അത് നിങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയെങ്കിൽ, ബിക്കോസ് നമുക്ക് കഥ അറിയുന്നതുകൊണ്ട് നമുക്കൊരു ജഡ്ജ്മെന്റ് ഇല്ല. നമ്മൾ നമ്മുടെ പാർട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കുക, അതൊക്കെ നെക്സ്റ്റ് സ്റ്റെപ്പാണ്. അപ്പം ചെയ്തത് വെച്ച് ഐ എം വെരി സാറ്റിസ്ഫൈഡ്. ആൻഡ് ഇനി നിങ്ങൾ കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നതെന്നുള്ളത് പറയാത്രേ ഉള്ളൂ. താങ്ക് യു. പെർഫോമൻസ് നിങ്ങൾ കണ്ടോ പടം? എങ്ങനെ ഉണ്ടായിരുന്നു? സത്യത്തിൽ പറയണം. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു. എന്താ നമ്മുടെ അടുത്ത പടങ്ങളും അങ്ങനത്തെ കുറച്ച് അടിപൊളി പടങ്ങൾ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോണറാണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ പറയുന്നത്. എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനത്തെ ഒരു സിനിമ. അല്ല, എല്ലാ സിനിമകളും ഹാപ്പി. ഒരു മിനിറ്റ്, ജീവിച്ചേടാ, അഭിലാഷടാ, ഓടിച്ചേടാ. അല്ല, ഞാനതാ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സിനിമയ്ക്കും ഹാപ്പി എൻഡിങ് ആവണമെന്നില്ല. ഡിഫറെന്റ് ആയിട്ടുള്ളൊരു എൻഡിങ് ആണ്. അപ്പം കണ്ടിറങ്ങിയവർ പറഞ്ഞത് ലാസ്റ്റ് ഞങ്ങൾക്ക് കുറച്ച് ഡിസ്റ്റർബിങ് ആയിരുന്നു എന്ന് പറഞ്ഞത് ഈ പടം നമ്മൾ ഉദ്ദേശിച്ച ജോണർ തന്നെയാണ് എല്ലാവർക്കും കൺവേ ആയി എന്നുള്ളത്. ബിക്കോസ് നമ്മൾ ആരെയും ഹാപ്പി ആക്കാൻ വേണ്ടി എടുത്ത സിനിമയല്ല, ഇറ്റ്സ് എ റിയൽ സ്റ്റോറി. സോ അങ്ങനെ തന്നെ കൺവേ ആയിട്ടുണ്ടാവണമായിരിക്കാം. കൺവേ ആയോ? അങ്ങനെ ആയോ? എന്തൊരു അല്ല, നിങ്ങൾക്ക് പേഴ്സണലി വർക്കായിട്ടുണ്ടെങ്കിൽ അത് ബോറടിക്കരുത് എന്നുള്ളതാണല്ലോ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ദാറ്റ്സ് ഓൾ വാട്ട് വി വാണ്ട്. അല്ല, ഉപദ്രവിക്കാത്ത ഒരു കൊച്ചു സിനിമ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നല്ല തോന്നുന്നത് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളാണ്. അഭയുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് അനിൽപുരൻ എഴുതിയിട്ടുണ്ട്, അജയ് കാച്ചപ്പള്ളി ടെക്നീഷ്യന്മാർ. അതുപോലെ തന്നെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ശിവത, അതുപോലെ തന്നെ അപർണ, ചന്തു, അനുമോഹൻ, അപ്പുണ്ണിയേട്ടൻ, ഒരുപാട് പേര്. ഇത്ര പേരൊക്കെ ഉള്ളൂ, കുറച്ച് ആർട്ടിസ്റ്റുകളേ ഉള്ളൂ. പക്ഷെ എല്ലാ ക്യാരക്ടേഴ്സിനും നല്ല തോതിലുള്ള ഡെപ്തോടുകൂടി നല്ല തോതിൽ എഴുതിയിട്ടുണ്ട്. നന്നായിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. ഉപദ്രവിക്കാത്തൊരു കൊച്ചു സിനിമ, അങ്ങനെ വേണം പറഞ്ഞു. അഭിപ്രായം അല്ല, ഇതിന് ത്രില്ലർ സിനിമയ്ക്കുള്ള എലമെന്റ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇത് റിയൽ സ്റ്റോറിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനെ ബേസ് ആയിട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല കാര്യങ്ങളും റിയലായിട്ട് തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും എൻ്റെ പുതിയ പടത്തിലെ നായികമാരാണ്. നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരും. ആരും ശ്രീബാല നന്നായിട്ട് നല്ല പടമാണ്. എല്ലാവർക്കും വന്ന് ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന സബ്ജക്റ്റ് തന്നെ അല്ലേ? പിള്ളേരെ കൊണ്ടുവരരുത്. ഇനി അത് പറ. അല്ല, സത്യമാണ്, ഞാൻ സത്യം പറയുള്ളൂ. പിള്ളേരെ ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരു ഏജ് കഴിഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. കുഞ്ഞു പിള്ളേർക്ക് അവിടെ വന്നിരുന്ന് ബോറടിക്കും. പോപ്കോണൊക്കെ വാങ്ങി നിങ്ങളുടെ പൈസ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അത് വർക്കാവൂല. നാളത്തെ ക്യാപ്ഷൻ വന്നു, പടത്തിനെതിരെ നായിക. രണ്ടുപേരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഈക്വലി പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടേഴ്സാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് റിയൽ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അഭയ് ഇതിന്റെ പാറ്റേൺ പിടിച്ചിരിക്കുന്നത് റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താണ് അടുത്ത സീൻ എന്നുള്ളത് നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നൊരു പരിപാടി കിട്ടി. അപ്പം ഒരു നല്ല ത്രില്ലർ ആവാം അല്ലേ? അഭയുടെ ഫസ്റ്റ് ഇവിടെ ഒന്നുമല്ല, ഡയറക്ടറായിട്ട്. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും, ഫുൾ സീക്രട്ട് ഫാമിലി എല്ലാവർക്കും. ശിവത വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ
ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് ക്ലൈമാക്സിലെ ട്വിസ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണാം, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എനിക്ക്. കാരണം എനിക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നല്ല സിനിമയാണ്, നല്ല ത്രില്ലറാണ്. അപ്പോൾ എല്ലാവരും പോയി കാണാം. അയ്യോ അങ്ങനെ പറഞ്ഞാൽ അവരെല്ലാവരും ഓടിക്കില്ലേ. പക്ഷേ എൻ്റെ ഫ്രണ്ട് ശിവദ, എനിക്ക് ശിവദയുടെ പെർഫോമൻസ് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമായി. കാരണം ശിവദയ്ക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയാം എല്ലാവർക്കും ഉണ്ട്, ഈക്വലി ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. താങ്ക് യു. നന്നായിരുന്നു. എനിക്ക് എല്ലാവരുടെയും പെർഫോമൻസ് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇപ്പോൾ ശിവദയാണെങ്കിലും അപർണയാണെങ്കിലും ചന്തു ആണെങ്കിലും അനു ആണെങ്കിലും പാർവതി ചേച്ചി ആണെങ്കിലും എല്ലാവരും വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് ഇവരുടെ പെർഫോമൻസ് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ചന്തുവിൻ്റെയൊക്കെ പെർഫോമൻസ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. അല്ലെങ്കിൽ ആ ക്യാരക്ടർ അങ്ങനത്തെ രീതിയിലാണ് മനസ്സിലേക്ക് വന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കര അസ്വസ്ഥമായിട്ടാണ് ഫീൽ ചെയ്തത്. എന്താ പറയുക, ഒരു നെഗറ്റീവ് ഫീലോ അങ്ങനെ ഒരു മനസ്സിലൊരു അസ്വസ്ഥ ഫീലാണ് ഇത് കഴിഞ്ഞ് കണ്ടിറങ്ങുമ്പോൾ ഉള്ളത്. ടോട്ടലി പെർഫോമൻസ് ആണ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. എനിക്ക് മനസ്സിലാവണില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് ഹാഫിൽ ഈ അസ്വസ്ഥ ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫ് കണ്ടിറങ്ങിയപ്പോൾ ഭയങ്കര ഒരു മനസ്സിലൊരു, പക്ഷേ ഇതൊക്കെ റിയൽ സ്റ്റോറിയാണെന്ന് അറിയുമ്പോൾ അത് അതിലേറെ അസ്വസ്ഥതയാവുന്നു. ലൈക്ക് ഞാൻ പൊതുവേ തട്ടുപൊളിപ്പൻ പടങ്ങളുടെ ആളാണ്, എനിക്ക് അങ്ങനത്തെ പടങ്ങൾ കാണാനാണ് ഇഷ്ടം. പക്ഷേ ഈ ഒരു സിനിമ എനിക്കിത് വെൽമെയ്ഡ് സിനിമ ആയതാണല്ലോ ഈ ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയത്. അതാണ് കാരണം എനിക്കിത് കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര മനസ്സിൽ ഇത് എന്താണിത് എന്നുള്ളൊരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവരും നല്ല പെർഫോമൻസാണ്. ഞെട്ടിച്ചോന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമല്ല. എല്ലാവർക്കും കൊടുത്ത കാര്യങ്ങൾ അവർ വളരെ വൃത്തിയായി ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ആവില്ലല്ലോ. എനിക്ക് എല്ലാവരും വളരെ കൈയടക്കത്തോടു കൂടി ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫീൽ. ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് ലൈക്ക് കണ്ടു കഴിഞ്ഞപ്പം നമുക്ക് ഒട്ടും ലാഗില്ല, ഇനിയും എന്താണ് അറിയണം എന്നുള്ളൊരു ആഗ്രഹം അങ്ങനെയായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു സ്റ്റോറി. അപ്പം പിന്നെ ഇത് റിയൽ സ്റ്റോറിയാണ്, ഒരുപാട് ഇതുപോലത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നും കൂടെ അറിഞ്ഞപ്പം മനസ്സിലൊരു ബുദ്ധിമുട്ട് ചേട്ടൻ പറഞ്ഞു. അതർവൈസ് എല്ലാവരുടെയും പെർഫോമൻസും എല്ലാം നല്ലതായിരുന്നു. എനിക്കിഷ്ടമാണ്. എല്ലാ ജോണറും പടം ഇഷ്ടമാണ്. താങ്ക് യു. ചേട്ടാ എങ്ങനെയുണ്ട് പ്രേക്ഷകരെ കണ്ടപ്പോൾ? ഒരുപാട് ചേട്ടൻ പ്രസ്മിച്ച് പറഞ്ഞ പോലെ തന്നെ കുറച്ച് വെറുപ്പ് തോന്നുന്നല്ലേ? നിങ്ങൾ കണ്ടില്ലേ? വെറുപ്പ് തോന്നിയോ? നമ്മുടെ പേഴ്സണലി ഒന്ന് വെറുപ്പ് എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ സന്തോഷം. ഒരു തല്ല് തരാൻ തോന്നി, ഇടി തരാൻ തോന്നി പറഞ്ഞത് അത് വലിയ സന്തോഷം. ബാക്കിയൊക്കെ കോമൺ ഓഡിയൻസല്ലേ കാണണ്ടേ. ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ സുഹൃത്തുക്കളും കോ ആക്ടേഴ്സൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ദേ ഡെഫിനറ്റ്ലി ഹാവ് എ ലിറ്റിൽ ബയസ്. അപ്പോൾ അതില്ലാതെ നാളെ മറ്റത്തെ ഓഡിയൻസ് ഒന്ന് കാണണ്ടേ. നിങ്ങളും കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടം. അത് റെസ്പോൺസ് ഉണ്ടാവാതെ തിയേറ്ററിൽ. പെർഫോമൻസിനെ പറ്റിയൊക്കെ എല്ലാവരും പറയുന്നത് വലിയ സന്തോഷം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും പേരുടെ കൂടെ ഒരുമിച്ചിരുന്ന് കണ്ടപ്പോൾ നമുക്ക് ഞങ്ങൾ മാത്രം ഒരു ക്ലോസ് സർക്കിളായിരുന്നു ഇത്ര നാൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വലിയൊരു വ്യത്യാസം, ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ എല്ലാ ക്യാരക്ടേഴ്സും ഒരു ഗ്രേ ഷെയ്ഡാണല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു പരിപാടി രസമായിട്ട് വർക്കായി എന്ന് തോന്നി ഇല്ലേ കണ്ടപ്പോൾ? പ്രസ് മീറ്റിന് പറഞ്ഞ പല ഡയറക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണക്റ്റായോ? ഇപ്പം കണക്റ്റായോ? താങ്ക് യു. എല്ലാവരും കാണും. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.